പാറ്റൺ ടാങ്കുകളുടെ ശ്മശാനം. പഞ്ചാബിലെ അസലുത്തർ എന്ന ചെറിയ ഗ്രാമത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു അവിശ്വസനീയമായ ചരിത്രമാണ്. ഇന്ത്യയുടെ ടാങ്ക് ഡിസ്ട്രോയർ എന്ന് വിളിപ്പേരുള്ള ഷഹീദ് അബ്ദുൽ ഹമീദ് എന്ന ഇന്ത്യൻ പട്ടാളക്കാരന്റെ പോരാട്ട വീര്യത്തിന്റെ ചരിത്രം. 8 ടാങ്കുകളെ സ്വന്തം കരുത്തുകൊണ്ട് തകർത്തിട്ടുണ്ട് ഹവിൽദാർ അബ്ദുൽ ഹമീദ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ തീപ്പൊരികൾ പടരുമ്പോൾ പാകിസ്ഥാൻ അവരുടെ അജയ്യമെന്ന് കരുതപ്പെട്ടിരുന്ന M48 പാറ്റൺ ടാങ്കുകളുമായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് ആഞ്ഞടിച്ചു. അമേരിക്കയിൽ നിന്ന് സമ്പാദിച്ച ഈ യുദ്ധയന്ത്രങ്ങൾ പഞ്ചാബിന്റെ തലസ്ഥാനമായ അമൃത്സർ വരെ കീഴടക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു. പക്ഷേ അസലുത്തറിലെ വയലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ അവരുടെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കുകയായിരുന്നു. 106 mm റീകോയിൽലെസ് തോക്കുമായി ഹവിൽദാർ അബ്ദുൽ ഹമീദ് പാക് ടാങ്കുകളെ ഒന്നൊന്നായി തകർത്തു. 1933 ജൂലൈ 1 കിഴക്കൻ ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ ദാംപൂർ ഗ്രാമത്തിൽ സക്കീന ബീഗത്തിന്റെയും മുഹമ്മദ് ഉസ്മാന്റെയും മകനായാണ് അബ്ദുൽ ഹമീദിന്റെ ജനനം. 21 വയസ്സിൽ വാരണാസിയിൽ നിന്ന് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. നസീറാബാദിലെ ഗ്രനേഡിയേഴ്സ് റെജിമെന്റൽ സെന്ററിൽ പരിശീലനം തേടി. ബറ്റാലിയനിലെ ഏറ്റവും മികച്ച 106 mm റീകോയിൽലെസ് റൈഫിൾ ഷൂട്ടർ. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലാണ് അബ്ദുൽ ഹമീദ് ആദ്യമായി യുദ്ധമുഖത്തെത്തുന്നത്. 1965 സെപ്റ്റംബർ 8 പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ ടാങ്കുകളും കാലാൽപ്പട ഉപയോഗിച്ച് ഇന്ത്യൻ പ്രദേശം കയ്യേറുകയും അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ പട്ടണമായ ഗേംകരൻ പിടിച്ചെടുക്കുകയും ചെയ്തതാണ് അസൽ യുദ്ധത്തിന് കാരണമാകുന്നത്. പാകിസ്ഥാൻ ആർമിയുടെ 1ാം കവചിത ഡിവിഷന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ബിയാസ് നദിക്ക് കുറുകെയുള്ള പാലം ലക്ഷ്യം വെച്ച് നീങ്ങിയ പാകിസ്ഥാൻ പഞ്ചാബ് തലസ്ഥാനമായ അമൃത്സർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനെന്ന സ്വപ്നത്തിലാണ് അതിർത്തി കടന്നത്. പാകിസ്ഥാന്റെ അപ്രതീക്ഷിത ആക്രമണം ഗേംകറിന് സമീപം വിന്യസിച്ചിരുന്ന ഇന്ത്യയുടെ 4ാം മൗണ്ടൻ ഡിവിഷനെ ഞെട്ടിച്ചെങ്കിലും അല്പം മാറി അസലുത്തർ ഗ്രാമത്തിൽ ഇന്ത്യൻ സൈന്യം അവർക്ക് കെണിയൊരുക്കി. സെപ്റ്റംബർ 10 രാവിലെ 8 മണിക്ക് പാകിസ്ഥാൻ പാറ്റൺ ടാങ്കുകളുടെ ഒരു ബറ്റാലിയൻ ഇന്ത്യൻ സൈന്യർക്ക് നേരെ ആക്രമണം നടത്തി. തീവ്രമായ പീരങ്കി ആക്രമണം. പാക് സൈന്യം ഇന്ത്യൻ മേഖലകളിലേക്ക് നുഴഞ്ഞു കയറി. ഇതിനിടെ 6 പാകിസ്ഥാൻ ടാങ്കുകൾ ഇന്ത്യൻ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് കണ്ട ഹമീദ് തോക്ക് ഘടിപ്പിച്ച തന്റെ ജീപ്പിൽ കയറി ടാങ്കുകൾക്ക് നേരെ ചീറിപ്പാഞ്ഞു. വെടിയുതിർക്കാനാവുന്ന ദൂരത്തിലെത്തിയ നിമിഷം ഹമീദ് പോയിന്റ് ബ്ലാക്ക് റേഞ്ചിൽ നിന്ന് തന്നെ ശത്രുവിന്റെ ടാങ്കുകൾക്ക് നേരെ തുരുതുര വെടിവെച്ചു. 1ാമത്തെ ടാങ്ക് അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിന്ന് തന്നെ തീജ്വാലയായി. മറ്റു 2 ടാങ്കുകൾ കൂടി അദ്ദേഹം തകർത്തു. ഒരെണ്ണം നിർവീര്യമാക്കി. ശത്രുക്കളുടെ വെടിവെപ്പുകൾ വകവയ്ക്കാതെ വയലുകളിലെ ചെടികളെ മറയാക്കിയായിരുന്നു ഹമീദിന്റെ നീക്കം. പിന്നീട് 2 എണ്ണം കൂടി പ്രവർത്തനരഹിതമാക്കി. അപ്പോഴേക്കും മറ്റൊരു പാക് ടാങ്കിന്റെ ആക്രമണത്തിൽ മാരകമായ മുറിവേറ്റ അദ്ദേഹം തന്റെ 32ാം വയസ്സിൽ രാജ്യത്തിനായി രക്തസാക്ഷിയായി. 3 ദിവസത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സേനയെ അടിയറവ് പറയിപ്പിച്ചു. അങ്ങനെയാണ് യുദ്ധം അവസാനിക്കുന്നത്. 1965 സെപ്റ്റംബർ 8 മുതൽ 10 വരെയാണ് യുദ്ധം നീണ്ടത്. ലോകമഹായുദ്ധത്തിലെ കുർസക് യുദ്ധത്തിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ ടാങ്ക് യുദ്ധങ്ങളിൽ ഒന്ന്. ഇങ്ങനെയെല്ലാമാണ് സംഭവങ്ങളെങ്കിലും ചിലർക്ക് അബ്ദുൽ ഹമീദ് എന്ന പേര് കേൾക്കുന്നത് തന്നെ ചതുർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മായ്ച്ചു കളയാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായി അത്തരം ശ്രമങ്ങൾ. പക്ഷെ ഉർവശി ശാപം ഉപകാരമായെന്ന് പറയും പോലെയാണ് അബ്ദുൽ ഹമീദിന്റെ നാമധേയത്തിൽ ഉണ്ടായിരുന്ന സ്കൂളിന്റെ പേര് മാറ്റാൻ അധികൃതർ നടത്തിയ ശ്രമം പര്യവസാനിച്ചത്. ഉത്തർപ്രദേശിൽ ഹമീദ് പിറന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന്റെ പേര് നവീകരണ പ്രവർത്തനത്തിന്റെ മറവിൽ അധികാരികൾ നീക്കം ചെയ്യുകയായിരുന്നു. ഷഹീദ് ഹമീദ് വിദ്യാലയം എന്ന ബോർഡ് നീക്കി പകരം PM ശ്രീ കമ്പോസിറ്റ് സ്കൂൾ എന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞതോടെ രാജ്യത്തെങ്ങും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. രക്തസാക്ഷിയുടെ കുടുംബവും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് പേര് വീണ്ടും മാറ്റി എഴുതാൻ ഉത്തരവിട്ടു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ PM കൂടി ചേർത്ത് ഷഹീദ് വീർ അബ്ദുൽ ഹമീദ് PM ശ്രീ കമ്പോസിറ്റ് സ്കൂൾ എന്നാക്കി. ഒരു രാജ്യത്തിന്റെ ആകെ അഭിമാനമായ ഷഹീദ് അബ്ദുൽ ഹമീദിന്റെ പേര് അദ്ദേഹം പഠിച്ച സ്കൂളിന് നൽകിയതിൽ അസഹിഷ്ണുക്കളായ ഒരു കൂട്ടം രാജ്യദ്രോഹികൾ നേരത്തെയും സമാന രീതിയിൽ പേര് മാറ്റി എഴുതാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പ്രാദേശികമായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ വീണ്ടും പേര് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. മുമ്പ് നടന്ന ശ്രമങ്ങളിൽ നിന്ന് ഭിന്നമായി ഇത്തവണ ഉണ്ടായ വലിയ മാറ്റം എന്നത് പേരുമാറ്റലിന് ദേശീയ ശ്രദ്ധ നേടിയെന്നതാണ്. അരനൂറ്റാണ്ട് മുമ്പ് നടന്ന പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ ധീരമായി പൊരുതി മരിച്ചയാൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അങ്ങനെ പരാജിതരായി. അബ്ദുൽ ഹമീദിന്റെ മാത്രമല്ല
രാജ്യത്തിനായി ജീവൻ ത്യജിച്ച പോരാട്ടം നടത്തിയ മറ്റു പലരുടെ പേരും അവർ ഒരു പ്രത്യേക സമുദായക്കാരായതുകൊണ്ട് മാത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഗാസിപൂരിനെ മൗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന റോഡിലെ ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാന്റെ പേരിലുള്ള പ്രവേശന കവാടം ബുൾഡോസർ ഉപയോഗിച്ച് നീക്കം ചെയ്തത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ MVC. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ മഹാവീർ ചക്ര നൽകി ആദരിച്ചിട്ടുണ്ട് മുഹമ്മദ് ഉസ്മാനെ. അടുത്തിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ അത്യുജ്വല നേതാവും രാഷ്ട്രതന്ത്രജ്ഞനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷനുമായ മുക്താർ അഹമ്മദ് അൻസാരിയുടെ പേരിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് കോളേജിന്റെ ബോർഡും കയ്യേറ്റമെന്ന് ആരോപിച്ച് ഭരണകൂടം നശിപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ മുട്ടിലിഞ്ഞ ചരിത്രം മാത്രം പറയാനുള്ളവർ സ്വാതന്ത്ര്യ പോരാട്ടത്തെയും ശത്രുക്കൾക്കെതിരായ യുദ്ധങ്ങളെയും മുന്നിൽ നിന്ന് നയിച്ചവരുടെ ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിച്ചും അവരുടെ പേരുകൾ പേറുന്ന ശിലകൾ പോലും ഇല്ലാതാക്കിയും പാരമ്പര്യത്തിന്റെ വേരുകൾ അറുത്തു കളയണമെന്ന് വ്യാമോഹിക്കുമ്പോൾ ചരിത്രം കൊണ്ടും ഓർമ്മകൾ കൊണ്ടും പ്രതിരോധം തീർക്കാം രാജ്യം നിലനിന്ന് കാണണമെന്ന് കൊതിക്കുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും ബാധ്യതയാണ്.